നീതിദേവതയുടെ മാനത്തിന് വില പറയുന്നവർ. 2024 ഒക്ടോബർ മാസം മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഈ ഉത്തരവിൻ പ്രകാരം കാലാകാലങ്ങളായി കണ്ണുകൾ മൂടിവെച്ച് വിധിന്യായങ്ങൾക്ക് മൂകസാക്ഷിയായ നീതിദേവതയുടെ പ്രതീകാത്മക പ്രതിമയ്ക്ക് കാര്യമായ പരിഷ്കാരങ്ങൾ വരുത്തുവാൻ ഒരു ധാരണയായി. അതിൻ പ്രകാരം പുതിയ നീതിദേവതയ്ക്ക് ഒരു ഇന്ത്യക്കാരിയുടെ രൂപമായിരിക്കും. കണ്ണുകൾ തുറന്നു നിൽക്കും. വാളിന് പകരം ഭരണഘടനയായിരിക്കും കയ്യിൽ. മേലങ്കിക്ക് പകരം സാരിയായിരിക്കും വേഷം. അപ്പോഴും രണ്ടു തട്ടും തുല്യം നിൽക്കുന്ന കയ്യിലെ ത്രാസ് പ്രതിമയുടെ കയ്യിൽ മാറ്റമില്ലാതെ തുടരും. തുല്യം നിൽക്കുന്ന രാജ്യത്തെ നിയമത്തിന് അന്ധതയില്ല എന്ന സന്ദേശമാണത്രേ നീതിദേവതയുടെ കണ്ണുകൾ നഗ്നമാക്കുന്നതിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ചത്. വലതു കൈയിലെ തുല്യതയുടെ തുലാസിന് നേരെ തലയുയർത്തി ഇടത് കൈയിൽ പുസ്തകവും ഏന്തിക്കൊണ്ടായിരിക്കും നീതിദേവത നിലയുറപ്പിക്കുക. നിയമം ശിക്ഷയുടെ പ്രതീകമല്ല എന്ന സന്ദേശമാണ് അത്രയും കാലം കയ്യിലേന്തിയ വാളിന് പകരം നീതിദേവതയുടെ ഇടത് കൈയിൽ ഇന്ത്യൻ ഭരണഘടനയിലൂടെ തരുന്ന സന്ദേശം. ഇത്രയും കാലം നീതിദേവതയുടെ കണ്ണുകളെ മറച്ചുവെക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നിയമത്തിന് മുന്നിലെ തുല്യതയും കോടതിക്ക് മുന്നിൽ ഹാജരാകുന്നവരുടെ സമ്പത്തിലോ അധികാരത്തിലോ പദവികളോ മറ്റു പകിട്ടുകളോ കണ്ട് കോടതി ആകർഷിക്കപ്പെടില്ല എന്നും സൂചിപ്പിക്കുവാനായിരുന്നു. കയ്യിലേന്തിയ വാൾ പ്രതിദാനം ചെയ്തത് അനീതിക്കെതിരെ ശിക്ഷിക്കുവാനുള്ള അധികാര ശക്തിയെയുമായിരുന്നു. പരിഷ്കരിച്ച ഈ പ്രതിമ സുപ്രീം കോടതി ജഡ്ജിമാരുടെ ലൈബ്രറിയിലാണ് സ്ഥാപിച്ചത്. ക്രിമിനൽ നിയമങ്ങളിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്ന ബ്രിട്ടീഷ് കൊളോണിയൽ പാരമ്പര്യവും സ്വാധീനവും ഇന്ത്യൻ പീനൽ കോഡിൽ നിന്നും ഭാരതീയ ന്യായ സംഹിത ഉപയോഗിച്ച് അടർത്തി മാറ്റുവാനുള്ള ഒരു എളിയ ശ്രമമാണ് പുതിയ പ്രതിമയിലൂടെ ലക്ഷ്യമിടുന്നതെന്നാണ് ജസ്റ്റിസിന്റെ ഓഫീസ് വൃത്തങ്ങളെന്ന് സൂചിപ്പിച്ചത്. എന്നാൽ പരിഷ്കരിച്ച ഈ നീതിദേവത ഇപ്പോഴും സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ ആ ലൈബ്രറിയിൽ മാത്രം ഇരിക്കുകയാണ്. ബാക്കി എല്ലായിടത്തും നീതിദേവത പഴയ രൂപത്തിലും ഭാവത്തിലും കണ്ണുകളടച്ച് വാളുമേന്തി നിൽക്കുന്നു. പരിഷ്കരിച്ച നീതിദേവതയുടെ കയ്യിലെ ഭരണഘടന മണിപ്പേഴ്സാണെന്ന് ചില ജഡ്ജിമാരെങ്കിലും തെറ്റിദ്ധരിച്ചു എന്നതിനുള്ള ഒരു ഉദാഹരണമാണ് ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയെക്കുറിച്ച് ഇപ്പോൾ വരുന്ന വാർത്തകൾ. കഴിഞ്ഞ ദിവസമാണ് ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ നിന്നും കെട്ടുകണക്കിന് കണക്കിൽപ്പെടാത്ത കറൻസികൾ പിടിച്ചെടുത്തത്. തീപിടുത്തമുണ്ടായതായി വീട്ടുകാർ ഫയർഫോഴ്സിൽ അറിയിച്ചപ്പോൾ തീ അണയ്ക്കുവാനെത്തിയ ഫയർഫോഴ്സ് അംഗങ്ങളാണ് നോട്ടുകെട്ടുകളുടെ കൂമ്പാരം കണ്ട് ഞെട്ടിയത്. കെട്ടിടത്തിൽ തീപിടിച്ചപ്പോൾ ജസ്റ്റിസ് യശ്വന്ത് വർമ്മ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതൊന്നും പിടിക്കപ്പെടില്ലായിരുന്നു. കുടുംബാംഗങ്ങളാണ് ഫയർഫോഴ്സിനെ വിവരമറിയിച്ചത്. അവരെത്തി തീ അണച്ചു. തുടർന്ന് പതിവ് നടപടിക്രമങ്ങളുടെ ഭാഗമായി തീപിടുത്തത്തെ തുടർന്ന് ഉണ്ടായ നാശനഷ്ടത്തിന്റെ കണക്കെടുക്കുവാൻ തുടങ്ങി. ഇതിന്റെ ഭാഗമായി മുറികളിൽ നടത്തിയ പരിശോധനയിലാണ് നോട്ടുകെട്ടുകളുടെ കൂമ്പാരം അവർ കണ്ടെത്തിയത്. കൂടുതൽ പരിശോധനയിൽ ഇത് കണക്കിൽപ്പെടാത്ത പണമാണെന്ന് വ്യക്തമായി. ഇതോടെ പരിശോധനയിൽ പങ്കെടുത്ത പോലീസുകാർ ഉന്നത ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചു. തുടർന്ന് ഇക്കാര്യം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരെയും അറിയിക്കുകയുണ്ടായി. കണക്കിൽപ്പെടാത്ത പണം പിടിച്ചെടുത്ത വിവരം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയും അറിയിച്ചു. അദ്ദേഹം ഉടൻ തന്നെ സുപ്രീം കോടതി കൊളീജിയം വിളിച്ചു ചേർത്തു. സംഭവത്തെക്കുറിച്ച് റിപ്പോർട്ട് നൽകുവാൻ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് DK ഉപാധ്യായയോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. സുപ്രീം കോടതിയുടെ ഫുൾ കോർട്ട് യോഗത്തിലാണ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ അന്വേഷണത്തിന് തീരുമാനമെടുത്തത്. യശ്വന്ത് വർമ്മയ്ക്കെതിരെ നടപടി വേണമെന്ന് കൊളീജിയം അംഗങ്ങൾ ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് യശ്വന്ത് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റുവാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. യശ്വന്ത് വർമ്മയ്ക്കെതിരെ അന്വേഷണം നടത്തിയ ശേഷമായിരിക്കും കൂടുതൽ നടപടികൾ ഉണ്ടാവുക. നിലവിൽ ഡൽഹി ഹൈക്കോടതി കൊളീജിയത്തിലെ അംഗമാണ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മ. ഇദ്ദേഹം അലഹബാദ് ഹൈക്കോടതി മുൻ ജഡ്ജി AN വർമ്മയുടെ മകനാണ്. ഈ സംഭവത്തെപ്പറ്റി ജസ്റ്റിസ് യശ്വന്ത് വർമ്മ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഒരു ജഡ്ജിക്കെതിരെ അഴിമതി ആരോപണം ഉണ്ടായാൽ ആരോപണ വിധേയനോട് വിശദീകരണം ചോദിക്കുക എന്നതാണ് ആദ്യപടി. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജിയും 2 ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരും അടങ്ങുന്ന ഒരു ആഭ്യന്തര അന്വേഷണ സമിതി ആരോപണം അന്വേഷിക്കും. ആരോപണം ശരിയെന്ന് തെളിഞ്ഞാൽ ജഡ്ജിയെ പുറത്താക്കുവാനുള്ള നടപടികളിലേക്ക് പാർലമെന്റിന് കടക്കാം. ബെഞ്ച് ഫിക്സിങ്ങും ജഡ്ജ് ഫിക്സിങ്ങും ഒക്കെ ഇവിടെ യാഥാർത്ഥ്യമാണെന്ന് അടുത്ത കാലത്തായി ഉണ്ടാകുന്ന ചില സംഭവങ്ങൾ വ്യക്തമാക്കുന്നു. ദൈവികമായ ഇടപെടൽ പോലെയുള്ള ചില അദൃശ്യ ശക്തികളുടെ ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇപ്രകാരമുള്ള കള്ളത്തരങ്ങൾ പുറത്തു വരുന്നത്. ആത്മീയ മാഫിയ സംഘങ്ങളാണ് ജുഡീഷ്യറിയെ ഏറ്റവും കൂടുതൽ കളങ്കപ്പെടുത്തുന്നത് എന്നാണ് ഞങ്ങളുടെ കണ്ടെത്തൽ. കേരളത്തിലെ ബാറുകളിലും കോടതികളുടെ ഇടനാഴികളിലും ഇത്തരം സെറ്റിൽമെന്റ് രാജാക്കന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും. ആവശ്യപ്പെടുന്ന തരത്തിലുള്ള വിധികൾ റെഡിയാക്കി കൊടുക്കുന്ന ഒരു വക്കീൽ നാമധാരി ഈ തിരുവനന്തപുരത്തുണ്ട്. ലൂർദ് പള്ളി ഇടവകക്കാരനാണ്. ഇവന്റെ ലീലാവിലാസങ്ങൾ ഞങ്ങൾ ഉടനെ തന്നെ തെളിവുകളടക്കം പുറത്തുവിടുന്നതാണ്.
അടുത്ത കാലത്ത് സർവീസിൽ കയറുന്ന മുൻസിഫുമാർ പോലും ഇവരുടെ വലയിലെ കണ്ണികളാണ് എന്നതാണ് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം. നീതിദേവതയുടെ കണ്ണിന്റെ കെട്ടഴിച്ചതോടെ കോടതിയുടെ മുന്നിൽ എത്തുന്നവരുടെ സമ്പത്തിലും പദവികളിലും മറ്റു പകിട്ടുകളിലും ചിലരെങ്കിലും ആകൃഷ്ടരാകുന്നു എന്ന് പറയേണ്ടി വരും. കഴിഞ്ഞയിടെ ഒരു സബ് ജഡ്ജ് പേട്ടയിൽ കേരള കൗമുദിയുടെ എതിർവശത്തുള്ള ഒരു അപ്പാർട്ട്മെന്റിൽ ഫ്ലാറ്റ് ബുക്ക് ചെയ്യുവാൻ ചെല്ലുകയുണ്ടായി. ഏതാണ്ട് 1.5 കോടി വില വരുന്ന ആ അപ്പാർട്ട്മെന്റ് തന്റെ അമ്മായിയമ്മയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യണം, 80% ബ്ലാക്കായി ആയിരിക്കും തരുന്നത് എന്നതായിരുന്നു ഇദ്ദേഹം പറഞ്ഞത്. അമ്മായിയമ്മയുമായി ഒരു തിങ്കളാഴ്ച രാവിലെ ഫ്ലാറ്റ് കാണുവാൻ അപ്പാർട്ട്മെന്റിലേക്ക് കയറി തുടങ്ങിയപ്പോൾ അമ്മായിയമ്മയുടെ കാല് തട്ടി ഒന്ന് ചെറുതായി മുറിഞ്ഞു, ചോര വന്നു. ചോര കണ്ടതോടെ എന്തോ ഒരു അനർത്ഥത്തിന്റെ സൂചനയാണെന്ന് അമ്മായിയമ്മ പറഞ്ഞതുകൊണ്ട് ആ ഇടപാട് വേണ്ട എന്ന് വെച്ചു. ഇതൊരു ചെറിയ ഉദാഹരണം മാത്രം. നീതിദേവതയുടെ കണ്ണ് പഴയ പോലെ മൂടിക്കെട്ടിയിരുന്നുവെങ്കിൽ ഇനി ഒരു പെറ്റി കേസിന് പോലും എന്നെ തൂക്കിക്കൊല്ലാൻ സാധ്യതയുണ്ട്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.